ശ്രീ എം ജയചന്ദ്രൻ, നമുക്ക് അറിയാം രാഷ്ട്രീയമായി ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷവും പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷവും ഒക്കെ ആഞ്ഞടിക്കും. അവർ കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിച്ച് എന്തെങ്കിലും വീഴ്ചകൾ ഏതെങ്കിലും ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ മറുപക്ഷം അത് ഉപയോഗിക്കും എന്നുള്ള കാര്യമൊക്കെ നമുക്കറിയാം. പക്ഷേ ഇത് വളരെ അപകടകരമായ ഒരു കാര്യത്തെയാണ് ഇപ്പോൾ ശ്രീ രാജു എബ്രഹാം പറഞ്ഞതുപോലെ അത്ര വ്യക്തമായി നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് പോലും പരിമിതികളുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ നമ്മൾ സൂക്ഷിച്ചാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ നോക്കൂ, അങ്ങനെ ഒരു കാര്യത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു കാര്യത്തെ മുഖ്യമന്ത്രി താൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടും കോൺഗ്രസ് പാർട്ടി അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഞാൻ വീണ്ടും താങ്കളുടെ മുമ്പിലേക്ക് വെക്കേണ്ടതില്ല. പക്ഷേ ഇതൊരു ബോധപൂർവമായ കാര്യമായിട്ട് വേണ്ടേ കാണാൻ. ഇത് കോൺഗ്രസ്സിന് പറ്റിയ ഒരു താൽക്കാലികമായ ഒരു അവസര ഉപയോഗപ്പെടുത്തൽ എന്ന് മാത്രമേ നമുക്കിതിനെ കാണാൻ സാധിക്കുമോ? നോക്കൂ, ഇതിൽ പല പല വിഷയങ്ങൾ നേരത്തെ അവരുടെ കുറിപ്പിൽ കാണുന്ന ഈ നേതാക്കൾക്ക് കൊടുത്തിരിക്കുന്ന പ്രസംഗിക്കാൻ വേണ്ടി അവർ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞിരിക്കുന്ന കുറിപ്പിൽ കാണുന്ന ചില കാര്യങ്ങളാണ്. കാഫിർ സ്ക്രീൻഷോട്ടിനെ ഉപയോഗിക്കണം, തൃശ്ശൂർ പൂരം കലക്കലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരണം, ADGP RSS കൂടിക്കാഴ്ച വരണം. ഇപ്പോൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് ഇല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യവും കൂടി അതിനകത്ത് വരണം. ഇതൊക്കെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് നിസ്സാരമായി മനഃപൂർവ്വമല്ലാത്തൊരു കാര്യമാണ് എന്ന് കാണാനാകുമോ? ഇതൊരു PR ഏജൻസി എന്ന് ഞാൻ പറഞ്ഞതാണ്. ഇതാണ് PR ഏജൻസി. ഇവിടെയാണ് ആരോ ബോധപൂർവം ഇതിനെയൊക്കെ ഇങ്ങനെ പേസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയല്ലേ കാണേണ്ടത് ശ്രീ ജയചന്ദ്രൻ? തീർച്ചയായിട്ടും ഡോക്ടർ ലാൽ, ഇത് ഒട്ടും യാദൃശ്ചികമോ സാന്ദർഭികമോ അല്ല എന്ന് മാത്രമല്ല, വളരെ ആസൂത്രിതമായ ഒരു അജണ്ടയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ കാണാതെ പോകുന്നതേ ശരിയല്ല. കാരണം ഞാൻ താങ്കളുടെ ചർച്ചയിലും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, മാധ്യമ ഗുണ്ടായിസം എന്ന് ഞാനിതിനെ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ശരിക്കും അത് വിശദീകരിക്കേണ്ട കാര്യമുണ്ട്, അതുകൂടെ പറയണമല്ലോ. ഈ ഗുണ്ടായിസം എന്ന് പറയുന്നത് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റിയാണ്, സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനമാണ്. അപ്പോൾ മാധ്യമ ഗുണ്ടായിസം എന്ന് പറഞ്ഞാൽ മീഡിയ ഗുണ്ടായിസമാണ്. മീഡിയയുടെ നേതൃത്വത്തിലുള്ള ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി, മാധ്യമങ്ങളുടെ നേതൃത്വത്തിലുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്ന് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്, പറയാൻ ശ്രമിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നതെന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും നഗ്നമായ പ്രകടനമാണ് ഈ മുഖ്യമന്ത്രിയെ കരുവാക്കിക്കൊണ്ട് ഇപ്പോൾ നടക്കുന്ന ഈ മലപ്പുറം ഇഷ്യൂ എന്ന് പറയുന്നത്. അത് കോൺഗ്രസിൻ്റെ സർക്കുലറിൽ, ഇൻറ്റേർണൽ സർക്കുലറാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ ഇൻറ്റേർണൽ സർക്കുലറിൽ എങ്ങനെയാണ് ഈ മാസം, ഈ ഓഗസ്റ്റ് മാസം നടക്കുന്ന UDF കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതെന്നുള്ളതിൻ്റെ ഇൻറ്റേർണൽ സർക്കുലറാണ് M. ലിജു വിതരണം ചെയ്തിരിക്കുന്നത്, അയച്ചിരിക്കുന്നത്. അതിലാണ് ഈ പ്രശ്നം വരുന്നത്. ഈ ഇവിടെ പറയുന്ന, ഞാൻ മാധ്യമ ഗുണ്ടായിസം എന്ന് ആരോപിക്കുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന സംഗതി മലപ്പുറമാണല്ലോ ഇവിടുത്തെ പ്രശ്നമായിട്ട് വരുന്നത്. മലപ്പുറം എന്ന ജില്ല, അതിനെ ദേശവിരുദ്ധ ജില്ലയാക്കുന്നു, ദേശവിരുദ്ധ പ്രവർത്തനങ്ങളുടെ കേന്ദ്രമാക്കുന്നു. ജയചന്ദ്രൻ, ഒക്ടോബർ 5 മുതൽ 20-ാം തീയതി വരെ സംസ്ഥാന സർക്കാരിനെതിരെ KPCC പ്രഖ്യാപിച്ച ജനവിരുദ്ധ സർക്കാരിനെതിരെ ജനകീയ പ്രക്ഷോഭം ക്യാമ്പയിനിൽ സംസാരിക്കേണ്ട പ്രധാന വിഷയങ്ങൾ എന്ന് തന്നെയാണ് തലക്കെട്ട്. അതെ, അതുതന്നെയാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആ ഇൻറ്റേർണൽ സർക്കുലർ എത്രയേറെ വിഷലിപ്തമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെയും ചർച്ച ചെയ്യാതെയും പോകുന്നതിൽ അർത്ഥമില്ല. അതുതന്നെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ മലപ്പുറം എന്ന ജില്ല ഈ ഏറ്റവും മോശപ്പെട്ട ആൾക്കാർ താമസിക്കുന്ന ജില്ലയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അവിടെ ഈ കള്ളസ്വർണം പിടിക്കുന്നതിൻ്റെ കാരണം മലപ്പുറത്തുകാരുടെ ഒരു സമുദായത്തിൻ്റെ പ്രശ്നമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതാണല്ലോ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നരേറ്റീവ്, അതാണല്ലോ വ്യാപകമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഇൻറ്റേർണൽ സർക്കുലറാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. പക്ഷേ ഇത് പറഞ്ഞു തുടങ്ങിയതും വീണ്ടും എല്ലാ ദിവസവും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ആരാണ്? മാധ്യമങ്ങളാണ്. മാധ്യമങ്ങൾക്ക് എന്താണ് പറയാൻ അടിസ്ഥാനം? അവരുടെ മാധ്യമപ്രവർത്തകരാണല്ലോ മാധ്യമങ്ങളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തനമല്ല,
രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നാണ് ഒന്നാമത്തെ എൻ്റെ വിമർശനം. മാധ്യമങ്ങൾ മാധ്യമപ്രവർത്തനത്തിന് പകരം രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് തങ്ങളുടെ സ്റ്റാഫിനെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന പരിപാടിയാണ് ഇതിൻ്റെ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം എന്താണ്? ഹിന്ദു പത്രം എന്നുള്ളത് തുടക്കത്തിൽ മാറ്റിവെക്കുക നിങ്ങൾ. എന്നിട്ട് ഒരു പത്രം കേരള മുഖ്യമന്ത്രി ഇൻ്റർവ്യൂ എടുത്തു, ഏതെങ്കിലും ഒരു പത്രം എടുത്തു. അപ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കുന്നു ഇത് താൻ പറഞ്ഞതല്ല അച്ചടിച്ച് വന്നിട്ടുള്ളത്. അദ്ദേഹം തൻ്റെ ഓഫീസിൽ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നയാൾ പ്രസ് സെക്രട്ടറിയാണ്. പ്രസ് സെക്രട്ടറിയോട് പറഞ്ഞിട്ട് പ്രസ് സെക്രട്ടറി ആ പത്രത്തിന് ഒരു നോട്ടീസ് അയക്കുന്നു. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അഭിമുഖം നിങ്ങൾ പ്രസിദ്ധീകരിച്ച് വന്നപ്പോൾ അദ്ദേഹം പറയാത്ത കാര്യങ്ങൾ അതിൻ്റെ അകത്ത് അച്ചടിച്ച് വന്നിട്ടുണ്ട്, അക്കാര്യത്തിൽ വ്യക്തത വേണം, വിശദീകരണം വേണം എന്ന് പറഞ്ഞ് പ്രസ് സെക്രട്ടറി കത്തയക്കുന്നു. പത്രം അന്ന് തന്നെ ഇങ്ങനെയൊരു പ്രശ്നമുണ്ടായി, അത് ഞങ്ങൾക്ക് മറ്റൊരാൾ വഴി ഒരു PR ഏജൻസി വഴിയാണ് വന്നത് എന്ന് തുടക്കത്തിൽ പറഞ്ഞിട്ട് ഒടുവിൽ ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു, അങ്ങനെ അപ്പോളജൈസ് ചെയ്യുകയാണ് ചെയ്തത്, ക്ഷമ ചോദിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഭാഗം പറഞ്ഞത് നിർത്തിവെക്കുന്നു. എന്താണെന്നറിയാമോ? ഏതെങ്കിലും പത്രമായിക്കോട്ടെ. രണ്ടാമത്തെ ഭാഗത്തിലേക്ക് വരാം. പറഞ്ഞതാരാണ്? അപ്പോളജി, ക്ഷമ ചോദിച്ചതാരാണ്? അവിടെയാണ് പ്രാധാന്യമുള്ള കാര്യം എനിക്ക് പറയാനുള്ളത്. പ്രാധാന്യമുള്ളത് 150 വർഷം പഴക്കമുള്ള ഇന്ത്യയിലെ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും അറിയപ്പെടുന്ന ദേശീയ പത്രമായ ഹിന്ദുവാണ് ഇക്കാര്യത്തിൽ ക്ഷമ ചോദിച്ചത്. അതാണ് അവരുടെ മഹത്വം. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി ഖണ്ഡിതമായി പറഞ്ഞത് നിങ്ങളാണെങ്കിലും അത് ചെയ്യില്ല എന്ന്. മുഖ്യമന്ത്രി കേരളത്തിലെ മാധ്യമപ്രവർത്തകരോട് മുഖത്ത് നോക്കിയാണല്ലോ പറഞ്ഞത്. പക്ഷേ ഹിന്ദു അത് ചെയ്തു. അതാണ് കാര്യം. അപ്പോൾ ഹിന്ദു മുഖ്യമന്ത്രിയല്ല തെറ്റുകാരൻ. മുഖ്യമന്ത്രി മലപ്പുറത്തെ കുറിച്ച് മോശപ്പെട്ട് പറഞ്ഞിട്ടില്ല, സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു സമുദായത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല എന്നാര് സമ്മതിച്ചു? ഈ പറഞ്ഞ പത്രം, ദേശീയ പത്രമായ ഹിന്ദു സമ്മതിച്ചു. മറ്റ് പത്രങ്ങളോ മാധ്യമങ്ങളോ പലതും വ്യാജ വാർത്തകൾ കൊടുത്തിട്ടും ഇതുവരെയും മുഖ്യമന്ത്രി കേസ് കൊടുക്കാനും പോയില്ല, അവർക്കെതിരെ പ്രതികരിക്കാനും പോയില്ല. അവരോട് എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം പ്രത്യേക ഒരു സ്ട്രാറ്റജി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളപ്പോഴാണോ താങ്കൾ ഇപ്പോൾ ഇത്രയും വിശേഷണങ്ങൾ നൽകിയ ഹിന്ദു പോലൊരു പത്രം ഇങ്ങനെ ഒരു ഖേദം പ്രകടിപ്പിച്ചിട്ട് അവർക്കെതിരെ കേസ് കൊടുക്കാൻ പ്രതിപക്ഷം പറയുമ്പോൾ പോയി കേസ് കൊടുക്കാൻ നിൽക്കേണ്ടത്? അത് എത്രത്തോളം ഉചിതമായിരിക്കും? ഈ ഹിന്ദുവിനെതിരെ ഏതാണ് ഡോക്ടർ ലാൽ? ഹിന്ദുവിനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇറങ്ങിത്തിരിക്കണമെന്നാണല്ലോ ഇവരൊക്കെ പറയുന്നത്. മറ്റു പത്രങ്ങളൊക്കെ വ്യാജ വാർത്തകൾ കൊടുത്തിട്ട് ഇന്നുവരെ കേസ് കൊടുക്കാൻ പോകാത്ത ആളുകളാണ് നമ്മളൊക്കെ. കേരളം അങ്ങനെ ഒരു കൾച്ചറാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ല, ഞാൻ പറയുന്നതാണ് സർ. എന്താണെന്നറിയാമോ? ഞാൻ പറയുന്ന എൻ്റെ വിമർശനം, ഞാൻ ഉന്നയിക്കുന്ന വിമർശനത്തിൻ്റെ കാതൽ മാധ്യമ ഗുണ്ടായിസം എന്ന് പറയുന്നത് അതുതന്നെയാണ്. ഹിന്ദു പോലുള്ളൊരു പത്രം ഇക്കാര്യത്തിൽ തങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു, തങ്ങൾ ക്ഷമ ചോദിക്കുന്നു എന്ന് പരസ്യമായി ആ പത്രത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നിട്ടും അതിനെ അംഗീകരിക്കാതെ അതിനെ പൂർണ്ണമായും തമസ്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ വീണ്ടും കോർണർ ചെയ്യുകയാണ്. മലപ്പുറത്തിൻ്റെ പേരിൽ, സമുദായത്തിൻ്റെ പേരിൽ, ആ സമുദായത്തിനെ അപമാനിച്ചു എന്നുള്ള പേരിൽ. അതല്ലേ മാധ്യമ ഗുണ്ടായിസം? ആ മാധ്യമ ഗുണ്ടായിസം നിരന്തരം തുടരുന്നതിനൊടുവിലാണ് ഈ വിഷയം തങ്ങൾക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റെടുക്കാനായിട്ട് കോൺഗ്രസ് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കോൺഗ്രസ് സംഘടനാകാര്യ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള M. ലിജു ഇൻറ്റേർണൽ സർക്കുലർ ഇറക്കുന്നത്. ആ സർക്കുലറാണ് ഈ പ്രശ്നം പ്രധാനപ്പെട്ട ഇഷ്യൂ ആയിട്ട് ഏറ്റെടുക്കണം, അതാണ് പ്രസംഗിക്കേണ്ടത് എന്ന് കാണിച്ച് സർക്കുലർ താഴേക്ക് സർക്കുലേറ്റ് ചെയ്യുന്നത്.